ശ്രീ രാമൻകുട്ടി നായർ ആശാനോടൊപ്പം ധാരാളം വേദികൾ പങ്കിട്ട കഥകളി സംഗീതജ്ഞൻ ശ്രീ കലാമണ്ഡലം ഗംഗാധരനും അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾക്ക് മേളം പകർന്നു നൽകിയ ശ്രീ കലാമണ്ഡലം കേശവനും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും സ്വാഗതം ചെയ്യുന്നു. കലാമണ്ഡലത്തിൽ രണ്ടുപേരും ചെല്ലുമ്പോൾ ആശാൻ അവിടെ അധ്യാപകനായിരുന്നു. എങ്ങനെയാ അങ്ങനെ പരിചയം തുടങ്ങി? ഞാൻ 54-ലാണ് കലാമണ്ഡലത്തിലൊരു ചെണ്ട വിദ്യാർത്ഥിയായിട്ട് ചേർന്നത്. അത് ആശാൻ അവിടെ അധ്യാപകനാണ്, കഥകളി വേഷത്തിൻ്റെ അധ്യാപകനാണ്. നല്ല ചെറുപ്പമുള്ള ആ കാലം, 30-35 വയസ്സുള്ള കാലം. രാമൻകുട്ടി നായർ ആശാൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കിട്ടുകിട്ടേ പറയും. കുട്ടികളും വിദ്യാർത്ഥികളും അത്ര ഭരണശക്തിയും ആജ്ഞാശക്തിയും ഒക്കെ ഉള്ള നല്ല ചെറുപ്പകാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാറിൻ്റെ ഓർമ്മ എങ്ങനെയാണ്? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആളിൽ സുഹൃത്ത് പറഞ്ഞ മാതിരി രാമൻകുട്ടി ആശാൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക ഒരു പവർ. കാരണം എല്ലാ കുട്ടികൾക്കും, വേഷക്കാർക്കെന്നല്ല മറ്റു കുട്ടികൾക്കും ഒരു ചെറിയ ഭയം. മറ്റ് ആശാന്മാരെ ഭയം ഇല്ല എന്നുള്ളതല്ല, എങ്കിലും കൂടുതലായിട്ട് അതുമാതിരി സ്നേഹമുണ്ട്. എന്നെ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ശിവരാമൻ നായരാശൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഇച്ചിരി ചുണ്ടി കൂടുതലായിരുന്നു. അപ്പോൾ എന്നെ ഒരുപാട് തല്ലുമായിരുന്നു. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഈ അടി കൊണ്ടിട്ട് ക്ലാസ്സിൽ പോകാനൊരു മടിയായിട്ട് രാമൻകുട്ടി ആശാൻ്റെ അടുത്ത് എന്ന് പറയും, ഇന്ന് എനിക്ക് ഒഴിവാണ്. ശരി, ശിവരാമൻ നായരോട് ഞാൻ പറയാം, എങ്ങാരെ ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞ് തലോടലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ പഠിത്തം കഴിഞ്ഞ് കലാമണ്ഡലത്തിൽ കൂടി 17ാമത്തെ വയസ്സിൽ തുടങ്ങിയ ആ ബന്ധം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. ആശാനാണെങ്കിൽ മേളത്തിൻ്റെ കടുകെട്ടിയാണ്. മേളം എന്ന് പറഞ്ഞാൽ ഇത്രയധികം മേളത്തെ സ്വാധീനപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് പ്രയോഗിക്കുന്ന അധിക നടന്മാരില്ല എന്ന് പറയാം. ഓരോ കൈ വിടുന്ന മുദ്രകൾ മുഴുവൻ താളത്തിലല്ലാതെ താളത്തിൻ്റെ കൂട് എന്ന് വേണേൽ ആശാനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അല്ല, കൃഷ്ണൻകുട്ടി പൊതുവാൾ അദ്ദേഹം ആണല്ലോ കൂടുതൽ ആശാൻ്റെ കൂടെ വേദി പങ്കിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹമൊക്കെ വന്നപ്പോഴത്തേക്ക് ആശാൻ എങ്ങനെയാണ് ഇവരോടൊക്കെ ഒരു സമീപനം? ഞാൻ രംഗത്തേക്ക് പോയാൽ കേശവനൊപ്പം വരും, ഉണ്ടാവും. എവിടെയാണ് കൊട്ടേണ്ടത് എന്നുള്ളത് കേശവനോട് മറ്റാരും പറഞ്ഞു കൊടുക്കണ്ട, കേശവന് തന്നെത്താൻ അറിയാം. ഇന്ന ദിക്കിൽ കൊട്ടണം. ഇപ്പം എൻ്റെ വേഷത്തിൽ തന്നെ കേശവൻ ഒഴിവെടുക്കണ ധാരാളം രംഗങ്ങളുണ്ട്. ഇരുത്തിക്കൊണ്ട് പുകഴ്ത്തിയിരുന്നു, പുറത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഏത് ഒരു ഹനുമാൻ, 3 ഹനുമാന്മാരും തോരണത്തിലെ ഹനുമാനായാലും വേണ്ടില്ല, കല്യാണ സൗധത്തിലെ ഹനുമാനായാലും വേണ്ടില്ല, രവണാഥ സൗധത്തിലെ ഹനുമാനായാലും വേണ്ടില്ല, അതൊന്നും എതിരില്ല എന്ന് ഞാൻ പറയാം. ആശാൻ അതിപ്പോൾ ഇനിയൊക്കെ ആശാൻ്റെ മരണശേഷം കാലശേഷമൊക്കെ ആണെങ്കിൽ ഇത് കുറക്കാമെന്നല്ലാണ്ട് പല ചിലപ്പോൾ നിസ്സാരമായ ചില മുദ്രകളാവും. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഈ ചെവി കൊണ്ട് കേട്ട് ഞാൻ ഈ ചെവി കൊണ്ട് വിട്ടു. ഹനുമാൻ, ഭീമൻ വളരെയധികം കയർത്ത് പറയാനുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് സാരില്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഈ ചെവി കൊണ്ട് കേട്ടു, ഞാൻ ഈ ചെവി കൊണ്ട് പുറത്ത് വിട്ടു. അത് എത്ര പറയുമ്പോൾ നിസ്സാര മുദ്രകളാവും, പക്ഷെ അത് എത്ര എഫക്റ്റാണ് പറയാം. ഇപ്പോൾ പാടുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ആശാനുമായിട്ടുള്ള ഈ കലാമണ്ഡലത്തിൽ വെച്ച് തന്നെയുള്ളൊരു പരിചയം. ചിട്ടപ്രധാനമായ കഥകൾ പാടാൻ പിന്നെ ഞാനേ ഉള്ളൂ. അങ്ങനെ ചിട്ടപ്രധാനമായ വേഷങ്ങൾ, ഉത്ഭവം, നരകാസുരവധം, പിന്നെ അതുമാതിരി ഹനുമാന്മാരുടെ ഇനി കോട്ടയം കഥകളിൽ ഏതായാലും എന്നെ തന്നെ ഒരു ചിട്ടക്കാരനാക്കിയത് അദ്ദേഹത്തിൻ്റെ ആ കൂടുള്ള സഹവാസമുണ്ട്. പുറം രാജ്യങ്ങളിലൊക്കെ ഒരുമിച്ച് ധാരാളം യാത്ര ചെയ്തിട്ടൊക്കെ ഉണ്ടോ? വിദേശ യാത്രക്ക് ഒരുപാട് 67 6 മാസത്തോളം നീണ്ടു നിന്ന ഞങ്ങളുടെ ഈ സ്വിറ്റ്സർലൻഡ് എക്സ്പോയില് 67 എക്സ്പോ കാനഡയിൽ വെച്ച് മോൺട്രിയിൽ വെച്ചാണ് നടന്നിരുന്നത്. 10 എല്ലാവർക്കും പോകാൻ പറ്റാത്ത ഒരു ചൈന യാത്ര കൂടി ഞങ്ങൾ ഒരുമിച്ച് നടത്തി. ആശാൻ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലത്ത്, കുട്ടിയായിരിക്കുന്ന കാലത്ത് ഭയങ്കര കുസൃതിയായിരുന്നു. എനിക്ക് ശിക്ഷയും കിട്ടിയിട്ടുള്ളത് ഇപ്പം വള്ളത്തോളിൻ്റെ. എന്താ വെച്ചാൽ എനിക്ക് സ്വന്തം പെൺകുട്ടികളെ ഇഷ്ടമല്ല, തീരെ കണ്ടുകൂടാ. അവിടെ വള്ളത്തോളിന് കുറച്ച് പ്രാധാന്യം അവര്, ഞങ്ങളില്ല. ഇവരുടെ സ്വന്തമായിട്ട് താമസിക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്.
ഫസ്റ്റ് ബെല്ലടിച്ചാൽ അവിടെ എന്ന് പറഞ്ഞു ലഹള കൂട്ടിയിട്ട് വരും. ലേശപ്പുറത്താ ഊടെ സ്ഥലം. ഈ ലഹള കൂട്ടിയിട്ട് വരുമ്പോൾ നിൽക്കുന്നതിങ്ങനെ കേട്ടങ്ങനെ കർണശൂലി അത് സഹിക്കാൻ വയ്യാത്ത ദേഷ്യം വരും. ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഇവർ വരണ വഴിക്ക് ഒരു ചെമ്പരത്തി ഉണ്ട്. ഞാൻ ഈ ചെമ്പരത്തിയുടെ ചുവട്ടിൽ മറിഞ്ഞിരുന്നു. ഇവർ വരുമ്പോൾ ഈ കുറേ പൂഴി എടുത്തിട്ട് ഈ ചെമ്പരത്തിയുടെ മുകളിൽ കൊണ്ടിട്ടു. ഇവർ പാമ്പ് എന്ന് വെച്ചിട്ട് ഓടി. എനിക്കെന്ത് ഇവരുടെ ഓടുന്ന കണ്ടപ്പോൾ ചെറി വന്നു. ഞാൻ ചെറിച്ചു. അവർക്ക് എന്നെ മനസ്സിലായി. അയ്യോ ഇവർ ചാടി കളിച്ചില്ലേ, പോയി വെള്ളത്തോളോട് പോയി പറഞ്ഞു, ശരി നിനക്കേ വറ്റിങ്ങനെ കുത്തുകയാണ് ചങ്കില്. അടുക്കളയിൽ പോയി പറഞ്ഞു, പറയിപ്പിച്ചു രാമൻകുട്ടിക്ക് എന്ന് ചോറ് കൊടുക്കണ്ടെന്ന്. അപ്പൊ ഒരുപാട് കുസൃതിയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ? സൂപ്പറിന്റെ 8 പിഴ വെച്ചു. ഈസി ചെയറുണ്ട്, ഈ കൈയുള്ള ഈസി ചെയറുണ്ട്. പിന്നെ വെള്ളത്തുള്ളി കിടക്കാനുള്ളതാ. അവിടെ പോയി കിടന്ന് വെള്ളത്തോട് മാത്രമേ ഇത് കിടക്കാറുള്ളൂ, ആരും കിടക്കില്ല, വേറെ ആരും കിടക്കില്ല. അപ്പോൾ ഇത് കണ്ട് സൂപ്രണ്ട് വന്നപ്പോൾ പിഴ നിശ്ചയിച്ചു. അപ്പോൾ ദക്ഷിണ വൃഷ്കരുന്നായിട്ടും കിട്ടിയെന്തോ പെട്ടിയിൽ ഉറുപ്പുണ്ടോ. അപ്പോൾ 2 എട്ടണ ഒരെട്ടനെ കുടിച്ച് എനിക്ക് ഒന്നുകൂടി കിടക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പോയി. പിന്നെ വേറൊരു കഥ കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് നമ്പീശനും എന്താണ് MR ഇവിടെ അവിടുന്ന് വരുമ്പോൾ EMS ആണെന്ന് വിചാരിച്ചിട്ട് ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. വിക്കല കാരണം പേടിക്കുക, വിശക്കുക, ദേഷ്യം വരിക, ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഈ വിക്കല് വളരെ ഇരട്ടിയായിട്ട് സംസാരിക്കാൻ പറ്റും. MR ഇവിടെ വീട്ടിൽ ഒരു ദിവസം പോലീസ് സെർച്ചാണ്. 50-50ലാണത്. ഒരു 4 പോലീസും ഒരു സബ് ഇൻസ്പെക്ടറും കൂടിയിട്ട് അകത്തേക്ക് കയറിയിട്ട് വന്നു. ഞാൻ നല്ലോണം പേടിച്ചു. MR ഭട്ടതിരിപ്പേൻ്റെ വീടാണോ? അതെ. അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരാൻ പറയണമെന്നുള്ളൂ. അതെ, അതെ ഭാര്യയോട്. ആരുമില്ല അകത്ത്. അപ്പൊ എന്നോട് ഈ വിക്കലുണ്ടല്ലോ, എന്നോട് പോണേൻ്റെ മുമ്പ് ചോദിക്കാൻ തുടങ്ങിയാണ്, ആരാണ്? അപ്പോൾ ഞാൻ കലാമണ്ഡലത്തിലെ വേഷം പഠിപ്പിക്കുന്ന ആളാണ്. ഈ ഓരോ അക്ഷരത്തിനും ഒരു 8 എണ്ണം പപ്പ പപ്പ എന്ന് പറയുന്നുണ്ട്, എന്ന് പറയുന്നുണ്ട്. ഇവർക്കാണെന്ന് വെച്ചാൽ EMS എന്ന് പറഞ്ഞാൽ വിക്കലാണ് അവർക്ക് പ്രധാനം. ബാക്കി ഒന്നും EMSനെ പറ്റി ഒന്നും അറിയില്ല. അതെ, അപ്പൊ വിക്കലുണ്ടെങ്കിൽ ഞാൻ വിക്കലല്ലേ, ഞാനാണ് EMS. അല്ലാണ്ട് EMSനെ അവര് കണ്ടിടുമില്ല, ഒന്നുമില്ല. ഇത് ആശാന്റെ ആത്മകഥയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഈ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗം ചെറുതായിട്ട് ആശാൻ ഇരുന്ന് അഭിനയിക്കാമോ, പാടുകയാണെങ്കിൽ? എന്താ പാടും? ഹരിനാക്ഷി. അപ്പൊ ഒരു ഹരിനാക്ഷി വേണല്ലോ എനിക്ക്. പാര കേശവന പാടുന്നത്. ഹരിനാക്ഷി ജന മൗലി നീ ഹരിനാക്ഷി ജന മൗലി ഹരിനാക്ഷി ജന മൗലി ഹരിനാക്ഷി ജന മൗലി മണി നീ ഹരിനാക്ഷി ജന മൗലി മണി നീ ഹരിനാക്ഷി ജന മൗലി മണി നീ അരികിൽ
മാലിനി എന്നരികിൽ വരിക 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 മാലിനി